പണ്ട് എനിക്ക് ഈ ജീരകത്തിനോട് അധികം വലിയ താല്പര്യമൊന്നും ഉണ്ടായില്ല. ക്യാൻ യു ബിലീവ് ഇറ്റ്? അപ്പം അങ്ങനെ ഇരിക്കുമ്പോഴാണ് വെറും വർഷയുടെ ഒരു വീഡിയോ കണ്ടത്. നല്ല ജീരകക്കോഴി. അതൊരു ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടായിട്ടാണ് ഞാൻ. പക്ഷേ ഇതിൻ്റെ റെസിപ്പി മറന്നുപോയി. അപ്പോൾ ഞാൻ ചോദിച്ചു എൻ്റെ വക ഒന്ന് പടയ്ക്കാമെന്ന്. അപ്പോൾ ഇതിനായിട്ട് ഞാൻ മെയിനായിട്ട് കൊച്ചുള്ളി, പച്ചമുളക്, പിന്നെ ഒരു 3 വെളുത്തുള്ളി എടുത്തുട്ടാ, പിന്നെ വേപ്പില, പിന്നെ 2 തക്കാളി എടുത്തു. അത് ചിക്കൻ എടുക്കുന്നതിനനുസരിച്ച് പുളിക്ക് അനുസരിച്ച് എടുത്താൽ മതിട്ടാ. ഞാൻ ശരിക്കും 2 എടുത്തു. 2 വേണ്ടായിരുന്നില്ല, 1 മതിയായിരുന്നു, കുഴപ്പമില്ല. പിന്നെ മറ്റേ ചതമുളക് എടുത്തു 2 ടീസ്പൂൺ. പിന്നെ 1 ടീസ്പൂൺ നമ്മുടെ മെയിൻ സംഭവം ജീരകം. നല്ല ജീരകം ഉണ്ടല്ലോ അതിട്ടാ, പെരിഞ്ജീരകമല്ല. എന്നിട്ട് അതൊക്കെ ഇട്ട് നന്നായിട്ട് നമുക്കൊന്ന് മൂപ്പിക്കുക. ഇതൊന്നൊരു കുഴഞ്ഞു തോന്നുമ്പോൾ നമ്മുടെ മാഗ്നേറ്റ് ചെയ്ത് വെച്ച ചിക്കനിൽ കല്ലുപ്പും മഞ്ഞൾപ്പൊടിയും കുറച്ച് വെളിച്ചെണ്ണയും കുറച്ച് വേപ്പിലയും മാത്രം ഇട്ട് നന്നായി കുഴച്ചിട്ട് ഒരു 15 മിനിറ്റ് നേരം ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടെ. എന്നിട്ട് പിന്നെ കുറച്ച് ചിക്കൻ മുങ്ങി കിടക്കുന്ന പോലെ ഒരു വെള്ളം ഒഴിക്കുക. ചൂടുവെള്ളം ഒഴിക്കായിരിക്കും ബെറ്റർ. ഞാൻ പച്ചവെള്ളമായിട്ട് ഒഴിച്ചത്. എന്നിട്ട് പിന്നെ അതിൻ്റെ ഇടയിൽ ഞാൻ ഈ പുട്ടിനുള്ള പൊടി തിരുമ്പി, നാളികേരമൊക്കെ ഇട്ട് നന്നായിട്ട് തിരുമ്പി. അങ്ങനെ പുട്ടുണ്ടാക്കാൻ അമ്മയുടെ സഹായം വേണ്ടി വന്നു. അപ്പോൾ മൂപ്പര് വന്നിട്ട് അത് ഇട്ടെന്നിട്ട് പോയിന്നല്ല, ഞങ്ങൾ സിന്ധു കൃഷ്ണൻ്റെ വ്ളോഗ് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഫുഡ് ഉണ്ടാക്കുമ്പോൾ സിന്ധു കൃഷ്ണൻ്റെ വ്ളോഗ് അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും മസ്റ്റാണ്.